ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മള് കൊട്ടിയൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പൊ സീസൺ ആണല്ലോ അല്ലേ. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്, ചിലപ്പോ ഭയങ്കര റഷ് ആയിരിക്കും, തിരക്കായിരിക്കും. അതെ, നമ്മൾ തുംകൂറിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ സമയം 6:45 ഉള്ളൂ. ഉച്ചയാകുമ്പോൾ അവിടെ ചെല്ലും നമ്മൾ. എന്നിട്ട് വൈകുന്നേരം ദർശനമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി തന്നെ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഏകദേശം 240 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ട്രാവലാറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞങ്ങളെ തുംകൂർ സിറ്റി വിട്ട് കേട്ടോ. ഇത് തുംകൂറിലെ സിറ്റി വിടുമ്പോൾ ഉള്ള ഒരു കായലാണ്. ഇവിടെ നമ്മൾ കരയെന്ന് പറയും ഇതിന് കേട്ടോ, കന്നഡയിലെ. അപ്പം നമ്മളിവിടെ നമുക്ക് കൊട്ടിയൂർ പോകാൻ വേണ്ടി 3 വഴികളുണ്ട് ഇവിടുന്ന്. ശരിക്കും തുംകൂറിൽ നിന്ന് പോകണമെങ്കിൽ 3 വഴിയുണ്ട്. ഒന്ന് നമുക്ക് മൈസൂർ ചെന്ന് മൈസൂരിൽ നിന്ന് ബന്ദിപ്പൂർ വഴി അങ്ങനെ മാനന്തവാടി ചെന്നിട്ട് കൊട്ടിയൂർ. ഇനി ഒന്ന് നമ്മൾ മൈസൂർ ചെന്ന് ഹുൻസൂറിൽ നിന്ന് നാഗർകോളെ ടൈഗർ റിസർവ് ഉണ്ടല്ലോ, അതിൽ കൂടെ പോയി വീണ്ടും മാനന്തവാടി ചെന്നിട്ട് കൊട്ടിയൂർ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വിരാജ്പേട്ട ഇരിട്ടി. നമ്മൾ പോകുന്നത് വിരാജ്പേട്ട ഇരിട്ടി വഴിയാണ്. നമ്മൾ സാധാരണ അങ്ങോട്ടൊക്കെ പോകുന്നത് അതെ അതിൽ തന്നെ പോയി. എന്ന് വെച്ചാൽ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇരിട്ടി വഴിയുള്ള വിരാജ്പേട്ട ഇരിട്ടി റോഡെന്ന് പറഞ്ഞപ്പോൾ അതിൽ നൈറ്റ് ഡ്രൈവ് ഉണ്ട്. നമുക്ക് നൈറ്റ് ബ്ലോക്ക് ആവത്തില്ല. മറ്റേ 2 വഴി നൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സൗകര്യം ഇത് തന്നെയാണ്. തിരിച്ച് നമ്മൾ നൈറ്റ് വരാനുള്ള പ്ലാനോടാണല്ലോ. രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്താം. അതെ. ലക്ഷ്മി വരുന്നില്ല കേട്ടോ, ഞങ്ങൾ 2 മാത്രമേ ഉള്ളേ. എക്സാം ഒക്കെ ആയതുകൊണ്ട് ലക്ഷ്മി വരുന്നില്ല. പിന്നെ ഇന്നലത്തെ കാലാവസ്ഥ പ്രവചനം ഭയങ്കര മഴയാണെന്നാണ്. അവിടെ ഭയങ്കര തിരക്കൊക്കെ ആണെന്നാണ് പല വീഡിയോസിലും കണ്ടത്. അതെ. പിന്നെ മഴയുമാ. എന്തായാലും നമുക്ക് ഇപ്പോഴല്ലാതെ നമുക്ക് സമയമില്ല. അടുത്ത ആഴ്ച പ്രയാസമാണ്. അതെ. പിന്നെ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ജൂൺ 1 മുതൽ 24 വരെ. 8ആയി. അതെ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുണികല, ഇപ്പോൾ 1 മണിക്കൂർ എടുക്കും കുണികലിൽ നിന്ന്. പിന്നെ അങ്ങനെയാണ് നമ്മൾ മധൂർ വഴി, മൈസൂർ നമ്മൾ സിറ്റിക്കുള്ളിൽ പോവില്ല. മൈസൂരിന് ഉള്ളിലായിട്ട് റിംഗ് റോഡ് ഉണ്ട്, ഔട്ടർ റിംഗ് റോഡ്. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റ് എടുത്തിട്ട് പോകും അല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ കടൽ പോലും, പക്ഷേ അത് ക്യാമറയ്ക്കകത്ത് അത്രയും അറിയത്തില്ല അല്ലേ. അത് കാർമേഘം കേട്ടോ, മഴക്കോളുണ്ട്. ഭയങ്കര രസം തോന്നുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലങ്ങളല്ലേ അല്ലേ. കർണാടക എന്ന് പറഞ്ഞാലും തമിഴ്നാടാന്നേലും ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇഷ്ടം പോലെ. അതുപോലെ കൃഷി, ഇവിടൊക്കെ ഉള്ള കൃഷി എന്തുവാ, നമ്മുടെ നാട്ടിലും കൃഷിയേ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ കൃഷിയൊന്നുമില്ല. കൃഷി വകുപ്പ് മാത്രമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വലിയൊരു കൃഷി വകുപ്പുണ്ട് കേട്ടോ. കർണാടകയിൽ നിന്ന് വലിയ പച്ചക്കറി വന്നോണ്ടിരിക്കുന്നത്. അതെ. നമ്മളങ്ങനെ എവിടെ എത്തി? കുണികലെത്തി. ഇവിടുന്ന് നമ്മള് പുതിയ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നു. അതെ. അതന്നെ, ശിവകുമാർ. മറ്റേ പുള്ളിക്കാരന്റെ ഫ്ലെക്സ് ഒക്കെ എടുത്ത് കളഞ്ഞു കാണും. ഇതാണ് കുണിഗൽ. ഇവിടെ നമ്മള് മധൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മധൂർ ചെന്നിട്ട് നമ്മള് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ കയറും. ബാക്കി കുറച്ച് ഒരു പകുതി ദൂരം നമ്മൾ എക്സ്പ്രസ് ഹൈവേ പോകും. ഓക്കെ. രാവിലെ നഗരം ഉണർന്ന് വരുന്നേ ഉള്ളൂ. തിരക്കില്ല രാവിലെ ആയതുകൊണ്ട്. ഉച്ച കഴിയുമ്പോൾ തുടങ്ങും. നേരത്തെ നമ്മൾ ഇതുവഴി പോകുമ്പോഴേ ഇവിടുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. അവിടെ നമ്മൾ കഴിക്കാറുള്ള കഴിഞ്ഞല്ലേ. അത് എവിടെ? ഇല്ല, അത് അത് മധൂരാ. അത് മധൂരാ. നമുക്ക് രാവിലെ എഴുന്നേറ്റം പോലെ വിശക്കുക. അല്ലേലും ഉള്ളതാ. രാവിലെ നമ്മൾ ഈ നാട്ടിൽ പോകുന്നതൊക്കെ നമ്മൾ വെളുപ്പിനെയല്ലേ, അന്നേരം നമ്മൾ ഇങ്ങനെ എണീറ്റ് രാവിലെ റെഡി ആയി കഴിഞ്ഞ അന്നേരം തുടങ്ങും വിശപ്പ്. അതെന്താണെന്നറിയാമോ, നമ്മള് റെഗുലർലി നമ്മള് എണീറ്റ് കഴിഞ്ഞ് കുറച്ച് ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂറിൽ നമ്മൾ ഭക്ഷണം കഴിക്കും ദിവസം. ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന കാരണം റെഡിയായി 1 മണിക്കൂറിൽ ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണർന്ന് റെഡി ആയാലും നമ്മളുടെ ബോഡി പറയും ഭക്ഷണം എന്താ എന്ന് പറയും. സമയമായി, അതാണ് സംഭവം. ഇപ്പൊ ആണല്ലോ എത്ര വർഷമായത് ഇത്
ഇതിങ്ങനെ തന്നെ ഇതൊന്നും ശരിയാക്കിയിട്ടില്ല. ഈ അത് ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് മാർവലസ് പട്ട കണ്ട. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലെ ചില സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇതൊക്കെ നല്ലതാണ് അല്ലേ? പിന്നെ മധുര 48 കിലോമീറ്റർ, മധൂർ മൈസൂർ 113. ഇവിടെ ആമ്പൽപ്പൂ പറിക്കുന്നു. അതെ 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 അതെ. താമരയായിരിക്കും. അയ്യോ, താമരയായിരിക്കും, ആമ്പലായിരിക്കത്തില്ല. എനിക്കും കൂടെ കുറച്ച് തരുവോ? നിനക്ക് എന്തിനാ താമരപ്പൂ? തോണ്ട് അത് മറ്റേ കൊട്ട ഇഞ്ചി പൂണൊക്കെ എന്തോ ഒരു സാധനത്തിൽ പോയാ പറിക്കുന്നത് കേട്ടോ. അതെ ഗൈസ്, ഈ മുന്നേ കാണുന്നതാണ് ആ ഹൈവേ ആണ് മാംഗ്ലൂർ ഹൈവേ. ഈ മുകളിലത്തെ അതെ. നമ്മളിതിന്റെ അടിയിൽ കൂടെ നേരെ പോകും. ഓക്കെ, രണ്ട് സൈഡും നല്ല കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ. ഉഴുത് മറിച്ചിട്ടേക്കുന്നത് കാളയും. നല്ല രസമായല്ലോ റോഡൊക്കെ. ഈ സർക്കിൾ പോലൊക്കെ നേരത്തെ ഇല്ലായിരുന്നു. അതൊക്കെ നമുക്ക് റീസെന്റ് ആയിട്ട് ചെയ്തത്. നമ്മളിപ്പോ 1 വർഷമായില്ലേ നമ്മൾ ഇതിലെ നമ്മുടെ ഇവിടോട്ട് പോയിട്ട്, ഇരട്ടി വഴി പോയിട്ട്, ഇരട്ടിയിലോട്ട്. കഴിഞ്ഞ വർഷം മെയ്യില് അതെ ഇവിടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയില്ലേ? അതെ അതെ അതെ. നമ്മള് കഴിഞ്ഞ മെയ്യിലാ പോയത്. പറശ്ശിനിക്കടവ് ഒക്കെ പോയി അല്ലേ? മൃദംഗശൈലേശ്വരി, പിന്നെ നമ്മളെ കല്ലേരി കുട്ടിച്ചാത്തൻ, പിന്നെ നമ്മള് രാജരാജേശ്വര ക്ഷേത്രം. അതെ, രാജരാജേശ്വര ക്ഷേത്രം അത്ര അടുത്ത് പോയായിരുന്നു. അതിന് മുന്നേ പോയപ്പോ കൊട്ടിയൂര്, ഇക്കര കൊട്ടിയൂര് കേറി തൊഴാൻ. അതെ അതെ അതെ. കണ്ടത് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഇതുപോലെ ട്രാക്ടറില് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ? ട്രാക്ടറും അതിന് ഒരു ട്രെയിലർ പിടിപ്പിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കാഴ്ച ഇല്ല. എനിക്കാണല്ലേ ഇങ്ങനെ ഇതിൽ കൂടെ കാണുമ്പോൾ ഈ മേഘം കാണുമ്പോ ഭയങ്കര രസം തോന്നുമോ? രാവിലെ ഇവിടെ കാർമേഘം ഇല്ല കേട്ടോ, കുറവാ. മൈസൂർ 89 കിലോമീറ്റർ. തമിഴ്നാട്, കർണാടക ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ മല കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതുപോലെ കാലി റോഡ് എന്തൊരു ഭംഗിയ റോഡാണ്. സ്ട്രെയിറ്റ് റോഡ്. നമ്മുടെ നാട്ടിലേക്ക് ഈ സ്ട്രെയിറ്റ് റോഡ് കുറവാണ്. അത് നമ്മുടെ നാടിന്റെ ആ ഭൂപ്രകൃതിയുടെ വ്യത്യസ്തത കൊണ്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമതലങ്ങളാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. ശരിക്കും അത് വെസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഭാഗമാണല്ലോ നമ്മുടെ. അതിന്റെ താഴ്വാരമാണ് ശരിക്കും പറഞ്ഞാൽ കേരളം. അങ്ങനെ നമ്മള് മധൂർ എത്തി കേട്ടോ. ആ മുന്നേ കാണുന്നതാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ. നമ്മൾ അതിൽ കയറും. പിന്നെ നമ്മളിവിടെ ഡീസൽ അടിച്ചിട്ട് എയർ ചെക്ക് ചെയ്യാൻ നേരം നമ്മുടെ ഒരു വീലിന് വീൽ നട്ട് ഇല്ല, നട്ട് ഊരിപ്പോയേക്കുന്നു ഒരു വീലിൻ്റെ ബൈക്കിലെ. അതിനിപ്പോൾ അതെവിടെയെങ്കിലും നോക്കി അത് ഇടിയിക്കണം നമുക്ക്. കുഴപ്പമൊന്നുമില്ല, എന്നാലും റിസ്ക് വേണം. നമ്മളിത് കണ്ടില്ലായിരുന്നേ ഒരു കുഴപ്പമില്ല. കണ്ട സ്ഥിതിക്ക് നമ്മളത് എവിടെയെങ്കിലും മാറ്റി ഇടിയിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ മൈസൂർ ഈ എക്സ്പ്രസ് ഹൈവേ എക്സിറ്റ് ആയിട്ടേ പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ക്ലൗഡി കാലാവസ്ഥയാണ് അല്ലേ? പോകുന്ന വഴിക്ക് ഇട്ടിട്ട് പോവാം. അപ്പം നമ്മൾ മൈസൂർ, കുൻസൂർ അവിടെ അതിനുള്ളിൽ എവിടെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. ഓക്കെ, അതെ. വല്ലതും കഴിച്ചില്ല. അയ്യോ ശരിയാണല്ലോ, ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ ഇപ്പം നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ പ്രയാസമല്ലേ കഴിക്കാൻ എക്സ്പ്രസ് ഹൈവേയില്. അപ്പൊ എന്തോ ചെയ്യുന്നത്? അല്ല പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ചെയ്യാം. അപ്പൊ അത് എത്ര സമയം എടുക്കുമായിരിക്കും? അത് 1 മണിക്കൂർ എടുക്കും. അയ്യോ നമ്മളിപ്പോ കയറും അതിൻ്റെ അകത്ത്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണോ? അപ്പുറത്തൂടാണ് കയറേണ്ടത്, ഇവിടെ അല്ല കയറേണ്ടത് കേട്ടോ. അല്ലേ? അല്ല,
കയറുന്നുണ്ടല്ലോ ആൾക്കാര്. അങ്ങനെ കയറാൻ പാടില്ല. അങ്ങനെ ഉണ്ട്. അതാണ്ട് ചെറിയ ഹോട്ടൽസ് ഉണ്ടെന്നേ വഴി. ശരിയാകത്തില്ല, നിനക്ക് സെറ്റ് ആകത്തില്ല. ആർക്കാ? നിനക്ക്. എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പൊ കുഴപ്പമില്ല. ഇതിലാണ് ഇതാണ് മധൂർ ആചാര്യ ഭവൻ. കൊള്ളായിരുന്നല്ലോ. പോയാലോ നമുക്ക്? ഇങ്ങോട്ട് കയറാം. ഓക്കെ, ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും കിട്ടത്തില്ലായിരിക്കും. ഭയങ്കര ആളാന്നോടി, ഭയങ്കര ആളാ. അർത്ഥം ഇത് ഉഗ്രം സാധനമാണെന്നാ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ഒരു ബോൾട്ട് ഊരിപ്പോയൊക്കെ നമുക്ക് ഇത് എവിടെയെങ്കിലും പോയിട്ട് ഇടണം. ഇപ്പോൾ ഇത് ഇട്ടിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ ടിഫിൻ കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് കണ്ടില്ലേ ഇവിടെ. അതുകൊണ്ട് വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്, ഹോട്ടലിലെ വേസ്റ്റേ. ഗൈസ്, നമ്മൾ അങ്ങനെ ടിഫിൻ കഴിച്ചു. ഇഡ്ഡലി വടയായിരുന്നു. ഇഡ്ഡലി വട ഇവിടുത്തെ കർണാടകയുടെ ദേശീയ ഭക്ഷണമാണത്. ഇഡ്ഡലി വട കഴിച്ചു. അത് സെൽഫ് സർവീസാണ്, ഭയങ്കര ആളുമായിരുന്നു. നമ്മളിങ്ങനെ കിട്ടിയ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ടിഫിൻ കഴിച്ചു. ഒരു എവിടെ സൈഡിൽ ഇരുന്ന കസേരകളൊക്കെ ഇരുന്ന് എടുത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പോയൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലെ കഴിച്ചു. അങ്ങനെ തിരിച്ച് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ കയറി. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ. ഈ മേഘം ഇങ്ങനെ പഞ്ഞിക്കെട്ട് 100 കിലോമീറ്റർ സ്പീഡ് കേട്ടോ. ആ മേഘം ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ ചെതറി വീണ് കിടക്കുന്ന പോലെ പഞ്ഞിക്കെട്ടോ. അയ്യോ ഇരിക്കുന്നു. നാട്ടുകാരെ എനിക്ക് വാങ്ങിച്ചു തരത്തില്ല. ഇനിയും കാണും. ഇനിയില്ല, കഴിഞ്ഞു. എവിടെയെങ്കിലും കാണും. ഇല്ലടി, തീർന്നു. എന്തുവാ? ഞാവൽപ്പഴം ഉണ്ട്, റംബുട്ടാനുണ്ട്, മാമ്പഴം ഉണ്ട്, എല്ലാം തീർന്നു പോയി. കണ്ടില്ലേ, നമ്മള് ഹുൻസൂർ ആവാറായേ. ഹുൻസൂർ കണിക്കൊന്ന പൂത്ത് കിടക്കുന്നു ഇപ്പഴല്ലേ? ഇപ്പൊ ഇടവം അല്ലേ? ഇടവം. അത് മലയാള മാസം ഇടവം. ലെഫ്റ്റ് പറഞ്ഞു. ഗൈസ്, നമ്മളങ്ങനെ ഹുൻസൂർ എത്തി കേട്ടോ. നമ്മൾ റൂട്ട് മാറ്റി ഗൈസ്. നമ്മള് നാഗർകോളെ വഴിയാ പോകുന്നത് കേട്ടോ. നാഗർകോളെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിലാ പോകുന്നത്. അങ്ങോട്ട് പോകാം. തിരിച്ചു വരുന്നത് വിരാജ്പേട്ട വഴി. ഇതും നല്ല അടിപൊളി റൂട്ടാണ്, മൊത്തം കാടും ഒക്കെയാണ്. നമുക്ക് ഭാഗ്യമുണ്ട്, ചെറിയ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഈ റൂട്ടില്. മാനൊക്കെ ഉണ്ടാവും. രാവിലെ ആണെങ്കിൽ ഉറപ്പാണ് ഉണ്ടാവും. റോഡ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാട്ടു വഴിയാ. റോഡ് വലിയ ഗുണമില്ല കേട്ടോ, ചെറിയ റോഡ്. മറ്റേ കുറച്ച് നല്ല റോഡാ. ഇത് കിലോമീറ്റർ ദൂരം കുറവാണ്, പക്ഷെ സമയം എടുക്കും കുറച്ചുകൂടെ. എന്നാലും ഇതൊരു വെറൈറ്റി വഴിയാ. അതെ, ഇത് നാഗർകോളെ റൂട്ടായത് കണ്ടോ. ഇതാണ് അടിപൊളി റൂട്ടാണ്, ഞാനൊരിക്കൽ പോയിട്ടുണ്ട്. നമ്മൾ നേരെ മാനന്തവാടിയല്ലേ നമ്മള്. പക്ക കാട്ടുവഴിയാണേ. കുറച്ചുകൂടെ കഴിയുമ്പോ ഒരു വീടും ഇല്ല. ഇതിപ്പോ നാടാന്ന് പറയാം. ഇവിടെ ഒരു എൻട്രി ഉണ്ട്, നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീടും ഇല്ല, ഒന്നുമില്ല. ഫുള്ള് കാട്. വണ്ടികൾ വളരെ കുറവാണ്. ഞങ്ങളന്ന് പോയപ്പോ വണ്ടികളെ ഇല്ല. ഒരൊറ്റ വണ്ടി തിരിച്ചു വന്നില്ല അന്ന് ഞങ്ങളിപ്പോ ഓപ്പോസിറ്റ് വന്നില്ല. അത്ര കാടാണ്. ഇതിൽ എല്ലാരും പോകുന്ന വഴിയല്ല ഇത്. ഏത് ദൂരെ കാണുന്നത് വല്ല റിസോർട്ടായിരിക്കും അത്, അല്ല സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. അത് അതെ കൃഷി. അതെ, ഇതിന്റെ വണ്ടി സഫാരിയുടെ വണ്ടിയാ. അത് ഫോറസ്റ്റുകാരുടെ സഫാരി കൊണ്ടുവന്ന വണ്ടി അല്ലത്. അല്ല, സഫാരി കൊണ്ടുവന്ന വണ്ടി സൈഡിലെല്ലാം ഗ്രില്ലായിരിക്കുമല്ലോ. സർവീസ് ഉണ്ട് കേട്ടോ, ബസ്സൊക്കെ ഉണ്ട്.
കർണാടക ബസ് ഇടയ്ക്കപ്പോഴേക്കോ കാണത്തുള്ളായിരിക്കും. എന്നാലും ഉണ്ട്. ഇവിടെ കർണാടകയിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാ സ്ഥലത്തോട്ടും ബസ് സർവീസ് ഉണ്ടാവും. ഏത് ചെറിയ ഗ്രാമമാണെന്ന് പറഞ്ഞാലും ബസ് സർവീസ് ഉണ്ടാവും. ഉണ്ട് അല്ലേ? ഉണ്ട്, ശരിയാ. എല്ലാ റോഡുകളിലൂടെ ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും ഫോറസ്റ്റ് തുടങ്ങുക. ചെറിയ ഗേറ്റ് കണ്ടില്ലേ? അതല്ലാതെ ഒരു എൻട്രി ഉണ്ട്. ടിക്കറ്റ് നമ്മുടെ അടുത്ത് കയറണം. ടിക്കറ്റ് എൻ്റെ ഓർമ്മ ഒത്തിരിനാളായി. അത് ഈ റൂട്ടായിരുന്നു. ശരിക്കും കാട് തന്നെ, രണ്ട് സൈഡ്. ആ ഗേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഗേറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള പ്രൈവറ്റ് ചെറിയ വണ്ടികളൊന്നും കാണത്തില്ല. ഇവിടൊക്കെ ചെറിയ വീടുകളും ഒക്കെ ഉണ്ട്. ഇത് വൺ സൈഡ് ഫോറസ്റ്റ്, വൺ സൈഡ് ഗ്രാമം. ഈ ഒരു കാലാവസ്ഥ ഒരു ഇരുണ്ട കാലാവസ്ഥ അല്ലേ? നമ്മുടെ വണ്ടിയുടെ നട്ടൊരെണ്ണം കിട്ടിയില്ല. 2-3 അന്വേഷിച്ച് കിട്ടിയില്ല. ഒരു നട്ടില്ല കൈസ്. 5 നട്ടിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലേ? എങ്ങനെ പോയി നമ്മൾ അറിഞ്ഞില്ലല്ലോ. അത് എപ്പ പോയി? ഇനി നമുക്ക് കിട്ടും, മേടിച്ചിടാം. ഇനി തിരിച്ചു വന്നിട്ടാ അല്ലേ? ഞാൻ പറഞ്ഞിടാ. അതുകൊണ്ട് അവിടാണ് എൻട്രി. ഞാൻ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? ശരിക്കും നമ്മൾ ഫോറസ്റ്റിനുള്ളിലോട്ട് കയറുകയാണ് ഇപ്പം. ഇവിടുന്ന് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അകത്ത് കയറണമെങ്കിൽ അതിൻ്റെ വെയിറ്റിംഗ് ആയത്. ഡിക്കിയൊക്കെ തുറക്കണം. പിന്നെ എല്ലാ പരിപാടിയുണ്ട് ഇവിടെ. ടിക്കറ്റ് വാങ്ങണം അവിടെ മുന്നേ പോയിട്ട്. എല്ലാം പ്ലാസ്റ്റിക് അത് ഇതൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ. എന്തൊക്കെയുണ്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ കൊട്ടിയൂര്. ಖಾಲಿ ಬಾಕ್ಸ್ ಇಲ್ಲಿ ಟಿಕೆಟ್ ತಗೋಬೇಕಲ್ವ? ಇಲ್ಲಿ ಏನಿಲ್ಲ. ಮುಂದೆ ಹಾಕೊಳ್ಳಿ, ಗಾಡಿ ಪಕ್ಕ ಹಾಕ್ಬಿಟ್ಟು ಎಂಟು ಮಸ್ತ್. എൻട്രി ചെയ്യണം. For a safe drive. To where കൊട്ടിയൂർ KA03 ND 4824 ശ്രീകുമാർ 988 699 3287. ಇದು ಅಲ್ಲಿ ಕೊಡ್ಬೇಕಾ? ಎಕ್ಸಿಟಲ್ಲಿ ಬಾ ಬೇಗ ಬಾ. ടൈമും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ടിക്കറ്റ് നമ്മൾ അവിടെ എക്സിറ്റിൽ കൊടുക്കണം. അപ്പം അവർ ടൈം നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. ബൈക്ക് വിടത്തില്ല. അത് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതായത് ഈ മൃഗങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ട്. ഇവിടെ നിർത്താൻ പാടില്ല. ഇനി നിർത്തുകയും ചെയ്തിരുന്ന ഇനി. പിന്നെ പക്ഷെ എല്ലാരും ചിലരൊക്കെ അവരോട് പറഞ്ഞു കേട്ടില്ലേ, ക്യാമറ വെളിയെടുത്ത ഫൈനാണെന്ന്. ഇവിടെ നിന്ന് ഇവിടെ ആൾക്കാർ അകത്ത് കയറി ഇവിടെ നിർത്തി വീഡിയോ എടുത്തോണ്ട് നിൽക്കുമല്ലോ. ക്യാമറ എടുത്താൽ ഫൈനാ. ക്ലാസ് തുറന്നപ്പോ നല്ല ചീവീടിന്റെ സൗണ്ട് കേട്ടോ. എന്തിനാ AC കണ്ടില്ലേ? AC വേണ്ട കേട്ടോ, AC ഓഫ് ചെയ്തേ. അടിപൊളിയല്ലേ?
നമ്മളവിടെ എല്ലാം എൻട്രി ചെയ്യണം. അതായത് ടിക്കറ്റ് നമ്മുടെ വണ്ടിയുടെ നമ്പർ, എവിടെ പോകുന്നു, നമ്മുടെ ഫോൺ നമ്പർ എല്ലാം എൻട്രി ചെയ്ത് നമ്മൾ ഇവിടെ എൻട്രി ആവുന്ന ടൈം എഴുതും. അപ്പൊ എക്സിറ്റ് ടൈം തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ എഴുതി തന്നിട്ടുണ്ട് എക്സിറ്റ് ടൈം. ആ ടൈമിന് അവിടെ എക്സിറ്റ് ആവണം. അങ്ങനെ അതിന്റെ ചട്ടം കൊണ്ട്. മറ്റു റോഡിന്റെ കൂട്ടല്ല, ഒരുപാട് വണ്ടികൾ പോകുന്ന വഴി അല്ല ഇത്. അല്ല ബൈക്ക് അലോഡില്ല, കണ്ടില്ലേ? ഇല്ല ഇല്ല, ശരിയാ. ആ പിള്ളേര് ഒരു സമയത്തും ഇല്ല. ഇപ്പഴാന്നല്ല, ഇല്ല ഇല്ല, ഇതിലേക്ക് ബൈക്ക് വിടുകയില്ല. അതെനിക്കൊന്ന് സേഫ്റ്റി ഇഷ്യൂ ഉള്ളതാണ്. മൃഗങ്ങൾ ഇറങ്ങും ഒരുപാട്. നമ്മള് ഗ്ലാസ് പോലും തുറന്നിട്ട് പോകുന്നത് ശരിയായിരിക്കും. കുഴപ്പമില്ല. ഇതുണ്ട് ടൈഗർ സഫാരി കൊണ്ടുപോകുന്ന റൂട്ട് കണ്ടോ? സഫാരി കൊണ്ടുവന്ന റൂട്ട് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഇവിടെ ജീപ്പ് സവാരി ഉണ്ടല്ലോ ഇവിടെ. ഇത് ശരിക്കും ഇതിന്റെ നമുക്ക് സ്റ്റേയും ഒക്കെ ചെയ്യുന്നതുണ്ട്. മുന്നിലാതെ നമുക്ക് നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാം. കോട്ടേജ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയാ. അടിപൊളി വെതറും ഒരു പ്രത്യേക വൈബാ അത്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സംഭവം നാഗർകോളെ. നാഗർകോളെ ടൈഗർ റിസർവ് ഒന്ന് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വെളുപ്പിനെ സഫാരി ഉണ്ട്. അതൊരു പാക്കേജാ. അതെ അതെ. സ്മെല്ലടി ഇവിടെ എവിടെയെങ്കിലും കാണും. ഉണ്ടോ? ആന പിണ്ടോ കിടപ്പുണ്ടായിരുന്നു അവിടെ. 11-17 അവിടെ എടുത്തത് ഇത്. കറക്റ്റ് ഒരു മണിക്കൂർ. അത് വെറും ഒരു പേപ്പറിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂടെ. അതേ ഉള്ളൂ. ഇത് അവിടെ കാണിക്കണം. അവിടെ കൊടുക്കുക, കാണിക്കാണ്ട് ചെയ്യണം. എക്സിറ്റില് നമുക്ക് എന്തൊരു കാല് റോഡല്ലേ. അതെ, ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. വണ്ടിയില്ല, ഒന്നുമില്ല. പുറകിലും വണ്ടിയില്ല, മുന്നിലും ഇല്ല. അന്ന് ഞങ്ങൾ വരുമ്പോ ഇത് വെറും മോശം റോഡായിരുന്നു. തീരെ മോശം റോഡ്. അത് നമ്മൾ രാത്രിയിലാവാം. രാത്രി സന്ധ്യയായി. ഇവിടെ 6 മണിയായി ഇവിടെ പാസ്സായപ്പോൾ. 6 മണി അവിടെ ക്ലോസാ ശരിക്കും. നമ്മുടെ ഫോറസ്റ്റുകാരനുണ്ടായിരുന്നല്ലോ നമ്മുടെ ഫ്രണ്ട്, അതുകൊണ്ട് അവനെ നമ്മളെ കയറ്റി വിട്ടു. ഇപ്പൊ ഒരു ആന കുത്താൻ വന്ന എന്ത് ചെയ്യും? അങ്ങനൊന്നും പറയാതെ ഓടും. എങ്ങനെ ഓടുന്ന എന്തിനാ? വണ്ടിക്കകത്ത് ഗ്ലാസ് കയറിയിട്ട് ഇരുന്നാ പോരെ? വണ്ടിയോട് കൂടി എടുത്ത് മറിക്കാൻ കൽപ്പുള്ള ആളാ വരുന്നത്. ഓടിയിട്ട് എന്ത് ചെയ്യാനാ? ഒരാൾ ഓടുവാണെങ്കിൽ മറ്റേ രക്ഷപ്പെടും. അത് ശരി. അപ്പൊ നീ ഇറങ്ങി ഓടണം കേട്ടോ. നീ ഓടി രക്ഷപ്പെട്ടോണേ. ഓടുമ്പോ എന്റെ പുറകെ വന്നോളൂ. ഇപ്പൊ നിങ്ങളല്ലേ രക്ഷപ്പെടുന്നത്, ഞാനല്ലല്ലോ. മുന്നേ പോയ വണ്ടിക്കാരെ തോണ്ട് പോന്നു. അമ്പട കേമ സണ്ണി കുട്ട, അമ്പട കള്ള സണ്ണി കുട്ട. അങ്ങനെ കൊറേ നേരത്തിന് ശേഷം ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കാലാവസ്ഥ ഒരു പ്രത്യേക രീതി ചേഞ്ച് ആയല്ലേ. ഇരുട്ടടച്ചങ്ങ് എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേൾക്കുന്നടേ. ഈ രാത്രിയില് ഇതിലേക്ക് കാര്യമായി. നല്ല ഭംഗിയല്ലേ ഈ മരങ്ങൾ നിൽക്കുന്ന കാണാൻ. ഭയങ്കര രസമുണ്ട് കേട്ടോ. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ ഈ മരങ്ങൾ കാണാന്. അയ്യോ, ഭയങ്കര. വീഡിയോയിലും എനിക്ക് നല്ല ഇത് തോന്നുന്നുണ്ട്, നേരിട്ടും അതെ ഭംഗിയാ കാണാന്. അപ്പൊ അത്ര ഇരുട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഭയങ്കര ഇരുട്ടാ, ഇപ്പൊ മഴ പെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുക. ഗ്ലാസ് മാറ്റിയപ്പോ ഇരുട്ടും ഇല്ല. അതില്ല, സിനിമയിലൊക്കെ പറയുന്നുണ്ടല്ലോ. അബദ്ധമായിപ്പോയി. ഇവിടെ നമുക്ക് ഈ സ്റ്റേ ഒക്കെ ചെയ്യാവുന്ന സ്ഥലമേ. ഇവിടെ ഇടതുവശത്ത് കുറെ കോട്ടേജുകൾ ഉണ്ടായിരുന്നു. പണിഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ മുന്നല്ല ഇതൊക്കെ ഇങ്ങനെയുള്ള കോട്ടേജ്, നമുക്ക് താമസിക്കാവുന്ന കോട്ടേജ് ഇടാം റെന്റിന്. 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക്. ഞങ്ങൾ അവിടെ ഒരിടത്താണ് താമസിച്ചത്. നല്ല
ഇവിടെ നമുക്ക് സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനുള്ളില്ല, ഞങ്ങളില്ല ഇല്ല അവിടെ താമസിച്ചാണ്ട് ആ 2 നിലയില്ലേ അതിൻ്റെ താമസിച്ചേ. മനസ്സിലായി. ഇവിടെ എല്ലാം മാനുകൾ ഇറങ്ങി വരും രാത്രിയിലൊക്കെ. ഞാൻ രാവിലെ ഇറങ്ങി വന്നപ്പോഴേ ഇഷ്ടം പോലെ മാനുകൾ. അത് വേറെ എന്തോ അറിയില്ല. ഇതാണ് ആ എക്സിറ്റ്. ഞാൻ പേപ്പറുകൾക്ക് കൊടുക്കണം. കവാടമൊക്കെ കാണാം. ഉണ്ടോ? അത് അഥവാ ലേറ്റാണ് വേറൊരു പേപ്പർ എടുക്കുക, അതുപോലെ എഴുതുക, കൊടുക്കുക. ഇല്ലേ? നാഗർകോള ടൈഗർ റിസർവ് വണ്ടിയൊക്കെ പോകുന്ന പിന്നെ അതൊക്കെ പോകുന്ന വണ്ടികളാ. അവർ രാവിലെ പോയിട്ട് വന്ന് നിൽക്കുന്ന ഇതൊക്കെ ഇഷ്ടംപോലെ നാഗർകോള ടൈഗർ റിസർവ്. ടിക്കറ്റ് എടുക്കുന്നേ കഴിഞ്ഞു അല്ലേ? കാർഡ് കഴിഞ്ഞു. ഈ റോഡ് ഭയങ്കര മോശമാണ്. കുറെ കഴിഞ്ഞപ്പോ അല്ലേ? ശരി. ഫോറസ്റ്റ് കഴിഞ്ഞു. കഴിഞ്ഞ് കഴിഞ്ഞപ്പോ റോഡേ ഇല്ല. കാപ്പിത്തോട്ടം. ഗൈസ്, അങ്ങനെ നമ്മള് കേരള മണ്ണിലെത്തി കേട്ടോ. അവിടെ പുറകെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളോട് എവിടെ പോകാൻ ചോദിച്ചു. കൊട്ടിയിൽ പോകാന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. ഈ ലോറിക്കാരൊക്കെ ഊതിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഊതിക്കുന്ന സാധനം അയാളുടെ കയ്യിലിരിക്കുന്നു. എന്നിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കേരള മണ്ണിൽ കയറിയേ അല്ലേ? നമ്മുടെ നാട്ടിലെത്തി. കഴിഞ്ഞ മാർച്ചിൽ നമ്മള് പോയിട്ട് പോയത്. അതെ. അപ്പൊ ഇങ്ങോട്ടുള്ള ഇതൊക്കെ ആദ്യമായിട്ട് വരുമല്ലേ ഈ റൂട്ടൊക്കെ? ഈ റൂട്ട് ആദ്യമായിട്ടാ. പൂക്കളൊക്കെ കണ്ടോ? അതായത് നമ്മള് കർണാടകയിലുള്ള പോവാ. അതെ. അവിടെ അപ്പുറത്തെ മലകൾ കണ്ടില്ലേ? അതിന്റെ ആ മഞ്ഞ് ഇതാവുന്നുണ്ടോ? മേഘങ്ങൾ മുട്ടി നിൽക്കുന്ന പോലെ അല്ലേ? മഞ്ഞ. അത് മഴ പെയ്തതിന്റെയാ. ഒരു കുഞ്ഞി കൊച്ച വണ്ടിയുടെ ഡേഞ്ചർ ആണെന്നറിയാതെ ഈ കുഴിയുണ്ടേ, നല്ല കുഴിയുണ്ടേ. എല്ലാം ഫോറസ്റ്റാ. ഈ ഫോറസ്റ്റ് നിറച്ച് കാടാണല്ലോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു ബൈക്ക് അത് ഇതുപോലെ പോകുന്നതാ മത്സരിച്ചിട്ട്. അവിടെ വീണ് കിടപ്പുണ്ട്. ആൾക്കാരുണ്ടേ, ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ട്. എല്ലാം അവിടെ വലിച്ച് എടുക്കുന്നു ആ കുഴിക്കാതൊന്ന് വണ്ടി. കൊറേ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടേ. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ 2-3 എടുത്ത് കഴിഞ്ഞു. നമ്മൾ കർണാടക അവിടെ നമ്മൾ എൻട്രി ചെയ്തു. ഇവിടെ കേരളയുടെ എൻട്രി ചെയ്തു. അടിപൊളി വഴിയാ കേട്ടോ. നല്ല ഭംഗിയാ അല്ലേ? നമുക്ക് കണ്ടു വരാനേ, കാടിന്റെ ഭംഗി ആസ്വദിച്ച് വരാം. എപ്പോ നമ്മള് 2 മണിയാകും ഇവിടെ ചേരണം അല്ലേ? 2 മണിയാവും. അല്ല 2 മണി കൂടുതലാ. ഇപ്പൊ തന്നെ 1:20 ഭക്ഷണം കഴിക്കാൻ നിർത്തുമ്പോ 1:28 26 കാണിക്കുന്നത് അല്ലേ? അല്ല 2:08. ഇതിവിടെ 2:03. 2:03 ആണോ? ആ ഓക്കെ. 1 hour 26 minutes ആണ് അല്ലേ? അപ്പൊ 2:30 ആവും. എനിക്കാണെങ്കിൽ വിശക്കുന്നു ഇപ്പോഴേ. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അതെന്താ 2 ഇഡലി അല്ലേ കഴിച്ചുള്ളൂ? 2 ഇഡലി ഒരു വട. അത് പൂ പോലുള്ള 2 ഇഡലി ഉണ്ട്. ചായയും കാപ്പിയും ഒന്നും കുടിച്ചില്ല. അവിടുത്തെ തിരക്കേ കാരണം എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്നതിന് നമ്മളിരുന്ന് കഴിച്ചത് തന്നെ. നമുക്ക് തന്നെ കഴിക്കാൻ സ്ഥലം കിട്ടിയില്ല. സംഭവം അത്ര തിരക്ക്. ചെറിയ കടയാണ്, പക്ഷെ ഭയങ്കര തിരക്ക്.
അതെ. നല്ല എനിക്കൊന്ന് ഫേമസ് ആണെന്ന് തോന്നുന്നു അവിടെ അല്ലേ. നല്ല ഭക്ഷണം കൊള്ളാം. വലിയ വിലയില്ലായിരുന്നു. നല്ല എത്ര 160 രൂപ, 80 രൂപ 2 ഇഡലിയും 1 വടയും. കോസ്റ്റ്ലിയാ അല്ലേ? 2 ഇഡലിക്ക് കൂടുതലല്ലേ? 80 രൂപ ഇച്ചിരി കൂടുതലേ അല്ലേ? വയനാട് വന്യജീവി സങ്കേതമാണ് ഈ കാണുന്നത് അല്ലേ? ഒരു നല്ല പോലീസുകാരനായിരുന്നല്ലേ? നമ്മളെ വീട്ടിലുള്ളവരുടെ കൂട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുവാന്നേ. അല്ല അവർ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്ന അവരുടെ ഡ്യൂട്ടി. നമുക്ക് അങ്ങനെ തോന്നുന്നതല്ലേ വിശേഷം ചോദിക്കണം. എവിടെയാണ് ജോലി, എന്താണ് ചെയ്യുന്നു, പിന്നെ താമസം എവിടാണ് അല്ലേ? അതെ അതെ. കുട്ടികള് എല്ലാം ചോദിക്കുന്നു. എഴുതിയെടുക്കുന്നത് നമ്മൾ എവിടുന്ന് വരുന്നു, എവിടോട്ട് പോകുന്നു, പിന്നെ വണ്ടി നമ്പര്, ഫോൺ നമ്പര്, പേര്, ഇത്ര എഴുതിയെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നാനും അതുമല്ല ഒരു കാര്യങ്ങൾ അറിയാൻ. കാട്ടിൽ വാഹനം നിർത്തിയാൽ ഫൈൻ 2000 രൂപ. വേഗത 30. ഇത് നമ്മുടെ കേരളത്തിലെ കാട. നല്ല റോഡാ കേട്ടോ കേരളത്തില്. ഇപ്പൊ കേരളത്തിൽ റോഡൊക്കെ നല്ലതാ. അങ്ങനെ നമ്മള് മാനന്തവാടി എത്തി കേട്ടോ. ഇതാണ് മാനന്തവാടി. ഇവിടെ ഇനി നമുക്കൊരു 1 മണിക്കൂർ ചില്ലറയും കൂടെ എടുക്കും അവിടെ ചെല്ലാനായിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഗൈസ് അങ്ങനെ ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ. ഇത് നാടൻ ഭക്ഷണശാലയാണ്, സദ്യ പോലത്തെ. ചോറും സാമ്പാറും പപ്പടവും അച്ചാറും തോരനും ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു നാടൻ ഹോട്ടലാണ് ഇത്. കുറേ വനിതകൾ നടത്തുന്ന ഹോട്ടലാണ്. വനിതാ ഹോട്ടൽ എന്നാണ് പേര് കേട്ടോ. ഞങ്ങൾ മുളയരി പായസം കിട്ടിയായിരുന്നു കേട്ടോ. മുളയരി പായസം മേടിക്കും പേട്. ഗൈസ് വലിയൊരു അമ്മളി പറ്റിയ കേസ്. നമുക്ക് അവിടുന്ന് ഒരു 20-22 കിലോമീറ്റർ എന്തോ ഉള്ളായിരുന്നേ. പക്ഷെ അതിലെ വിടുന്നില്ല അമ്പലത്തിന്റെ അവിടോട്ട്. അവിടെ ഒരു വൺ സൈഡ് ആക്കി, വൺ വേ ആക്കിയിട്ടുണ്ട്. തിരിച്ചു നേരെ വിടുക. ഈ നേരെ വിടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റിക്കറങ്ങി വേണം ഇരുട്ടി ചെന്നിട്ട് വീണ്ടും ഇരട്ടി ചെല്ലണം. കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇരട്ടി ചെല്ലണം. ഇതാകുമ്പോ നമ്മുടെ വന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടി പോകണ്ടായിരുന്നു. ഇപ്പൊ ഒരു 20 കിലോമീറ്റർ ഉള്ളായിരുന്നു അവിടെ ചെല്ലാൻ അമ്പലത്തിന്റെ അടുത്തേക്ക്. ഇതിപ്പം 38 കിലോമീറ്റർ, വീണ്ടും 18 കിലോമീറ്റർ എക്സ്ട്രാ ആയി. വഴിയേ ഉള്ളു. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ വണ്ടിയും തിരിച്ചു വിടുവാണ്. കുറെ വണ്ടികൾ കർണാടകയിൽ നിന്നുള്ള കുറെ വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഡൗട്ട് അടിച്ചിട്ടേ അവർക്ക് കാണിക്കുന്നതല്ല, തിരിച്ചു പോകാനാ പറയുന്നത്. ഇതുവരെ അങ്ങനെ കാണിക്കുന്നത് തിരിച്ചു പോകാനെന്ന്. സമയം ലേറ്റ് ആവും. സമയം പോയി. അതെ, നമ്മളല്ലെങ്കിൽ 2-2:30 3 മണിക്കുള്ളിൽ അവിടെ ചെന്നേനായിരുന്നു. ഇതിപ്പോ 4 മണിയാവും. എപ്പോ ചെല്ലുമെന്ന് അറിയില്ല, നോക്കാം. ഇതൊരു കാട്ടുവഴിയാ, ഒരു മനുഷ്യനും ഇല്ല, വണ്ടിയില്ല. ഇത് ഏത് വഴിയാന്ന് പോലും അറിയത്തില്ല കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട്. ഇത് ശരിക്കും കാട്ട്. ചെറിയ മഴയും ചാറ്റമഴ, ചെറിയൊരു ചാറ്റമഴയും മഴയുണ്ട്. മഴ തുടങ്ങി. വൈകുന്നേരം അമ്പലത്തിൽ ഭയങ്കര മഴയായിരിക്കും. ശരിക്കും കാടിന്റെ നടുക്കൂടുള്ള വഴി തന്നെ. അവിടെ പിന്നെ ആനിമൽസ് ക്രോസിംഗ് ഉണ്ടാവുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ശരിയാണ്. ഭയങ്കര മഴയും ദൈവമേ, കാണുന്നുമില്ല. വെളിയിൽ കണ്ട മഞ്ഞാണ്. അയ്യോ, എന്താ മഞ്ഞ ഇത്. ഇത് സൈഡ് ഭയങ്കര കൊക്കയാന്ന് തോന്നുന്നു കേട്ടോ, കുഴിയാ. നമ്മളെ നേരത്തെ തീരുമാനിച്ചില്ലേ, അപ്പൊ അതുപോലെ മതിയായിരുന്നു. വെളുപ്പിനെ വിട്ട് ഉച്ചയാകുമ്പോഴത്തേന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇത് നമ്മള് പറഞ്ഞ് ഉച്ചക്ക് ഇതാക്കാമെന്ന്. ഗൈസ്, നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടി കേട്ടോ. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്ന ഷോർട്ട് കട്ടാ കേട്ടോ. ഈ മാപ്പിന് പോലും അറിയത്തില്ല. അയ്യോ, ഇതെങ്ങോട്ടാ? നേരെയോ? അത് റിസോർട്ടിലേക്കാ. അത് റിസോർട്ടിലേക്കുള്ള വഴിയാ. അവരോട് ചോദിച്ചാലോ.
കൊട്ടിയൂര് പോകുന്ന എങ്ങനെ ഇങ്ങനെ അല്ലേ? കർണാടക കർണാടക പിള്ളേർക്ക് അറിയത്തില്ല. ನಿಮಗೆ ಗೊತ್ತಿಲ್ವಾ ಕೊಟ್ಟಿಯೂರು ಹೌದಾ? ഇത് എന്തൊരു റോഡായത്? ഇത് കർണാടക കണ്ടോ? എന്തോടി കർണാടക അതോ? ഒരു രക്ഷയില്ലാത്ത റോഡ്. അതല്ലേ ഇത് ഏത് വഴി പിടികിട്ടുന്നില്ല. കൊട്ടിയൂരോട്ട് പോകുന്നതാണോ? അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞില്ലേ പറ്റുമെന്ന് പറഞ്ഞു. സൂക്ഷിച്ചു പോവുക. ചെറിയ റോഡ് ഭയങ്കര ഇറക്കം. അയ്യോ നോക്ക്. ഓട്ടോ വരുന്നു. പുറകിൽ എന്ത് വണ്ടിയാ ഉള്ളത്? കർണാടകയാണോ? 2 വണ്ടിയുണ്ട്. സീതാദേവി ഇനി 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് അവസ്ഥ. കണ്ടില്ലേ അവസ്ഥ? ഇതാണ് ഫുള്ള് ട്രാഫിക് ജാം. ട്രാഫിക്കാണ്. ഇനി 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ മുമ്പേ ഇങ്ങനെ. അയ്യോ, അമ്പലത്തിന്റെ അവിടെ നിന്ന് 8 കിലോമീറ്റർ മുന്നേ തൊട്ടേ ഇങ്ങനെയുള്ള ട്രാഫിക് ജാം ആണ്. എന്തുട്ട് ചെയ്യണേ? അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒരേപോലെ. എന്താ ചെയ്യാനാന്ന്. കർണാടക വണ്ടി ഒരുപാടുണ്ട് കേട്ടോ. ഇവര് അമ്പലത്തിൽ പോകുന്നവരാ തോർത്തൊക്കെ കൊടുത്തു ഇപ്പോഴേ. ഇവിടെ എവിടെയെല്ലാം ഹോം സ്റ്റേ എടുത്തിട്ട് പോകുന്നവരായിരിക്കും. വണ്ടിയാ കണ്ട ബൈക്ക്. നാട്ടിൽ നിന്ന് വന്നതാ? അയ്യോ, അവിടുന്ന് വന്നതാ? ബൈക്കിൽ വന്നതാ. അപ്പൊ രാവിലെ കൊണ്ട് വിട്ടതായിരിക്കുമല്ലോ അവര്. ഈ രണ്ടും രാവിലെ വിട്ടതാ അവര്. ഗൈസ്, ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. കാരണം ഈ ബ്ലോക്ക് കാണുമ്പോഴേ ഇവിടെ പാർക്ക് ചെയ്യാന്നല്ലേ? ഇത് പാർക്കിംഗ് ആയത്? പാർക്ക് ചെയ്യാം. ശരി, ഇന്ന് ഇവിടെ പാർക്ക് ചെയ്യാം. പക്ഷെ ഇവിടുന്ന് നടക്കണമല്ലേ? 2 കിലോമീറ്റർ. വല്ല ഓട്ടോയ്ക്ക് വല്ലതും പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നേ. അതായിരിക്കും നല്ലത് മുന്നോട്ട് പോകുന്നതിലും. ഈ ബ്ലോക്ക് കാണുമ്പോഴേ. അതെ, 100 രൂപയാണ് ഇവിടെ പാർക്കിങ്ങിന് കേട്ടോ. ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയ പാർക്കിംഗ് ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇരുവശങ്ങളിലായിട്ട് ഓടപ്പൂവ് കാണാം. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. കൊട്ടിയൂർ അമ്പലം കേരളത്തിലെ പ്രധാനപ്പെട്ട ശൈവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം പ്രധാനമായും ദക്ഷൻ നടത്തിയ യാഗവും സതീദേവിയുടെ ആത്മാഹൂതിയും ശിവഭഗവാന്റെ കോപവും സംബന്ധിച്ച പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ്. പുരാണപ്രകാരം ദക്ഷൻ മഹായാഗം നടത്തിയപ്പോൾ ശിവനെ ക്ഷണിച്ചില്ല. ഇതിൽ ദുഃഖിതയായ സതി യാഗശാലയിലെത്തി പിതാവിനോട് വാദിക്കുകയും അപമാനിക്കപ്പെട്ടതിനെ തുടർന്ന് യാഗാഗ്നിയിൽ ആത്മഹൂതി ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ ശിവൻ അത്യന്തം കോപാകുലനായി തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം നശിപ്പിക്കാൻ അയച്ചു. ഐതിഹ്യമനുസരിച്ച് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ സ്ഥിരമായ ക്ഷേത്ര നിർമ്മാണമില്ലാതെ പ്രകൃതിയോടൊത്ത് ആരാധന നടത്തുന്നു. ബാവലി നദിക്കരയിലെ അക്കരെ കൊട്ടിയൂർ യാഗഭൂമിയായും ഇക്കരെ കൊട്ടിയൂർ പ്രധാന ക്ഷേത്രമായും കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും നടക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഈ ഐതിഹ്യത്തെ അനുസ്മരിച്ചാണ് ആഘോഷിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ഈ കാലയളവിൽ കൊട്ടിയൂരിലെത്തി ദർശനം നടത്തുന്നു.
കൊട്ടിയൂരിനെ ദക്ഷിണ കാശി എന്നും ഭക്തർ വിശേഷിപ്പിക്കാറുണ്ട്. പ്രകൃതിയും പുരാണവും ആത്മീയതയും ഒത്തുചേരുന്ന അപൂർവ തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. ഐതിഹ്യമനുസരിച്ച് ദക്ഷയാഗം നടന്നത് കൊട്ടിയൂരിലാണ്. അതിനാൽ ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ സ്ഥിരപ്രതിഷ്ഠയില്ല. പ്രകൃതിയുടെ മധ്യത്തിൽ നദീതീരത്തുള്ള യാഗഭൂമിയിലാണ് ആരാധന. വൈശാഖ മഹോത്സവ കാലത്ത് മാത്രം അക്കരെ കൊട്ടിയൂരിൽ പൂജകളും ചടങ്ങുകളും നടക്കുന്നു. കൊട്ടിയൂരിലെ പ്രധാന ആരാധനാമൂർത്തി ഒരു സ്വയംഭൂ ശിവലിംഗമാണെന്ന് വിശ്വസിക്കുന്നു. ബാവലി നദിയുടെ നടുവിലുള്ള മണിത്തറയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയുടെ ഭാഗമായ ഈ ആരാധനാ രീതി കൊട്ടിയൂരിൻ്റെ പ്രത്യേകതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഏകദേശം 28 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ്. ഈ കാലയളവിൽ കേരളത്തിനകത്തും പുറത്തും നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നു. കൊട്ടിയൂർ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. കാടുകളും മലകളും നദിയും ചേർന്ന് ആത്മീയത നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ ഭക്തർക്ക് ഇത് അതീവ പുണ്യസ്ഥലമാണ്. കാശിയിൽ പോയാൽ മോക്ഷം ലഭിക്കും, കൊട്ടിയൂരിൽ പോയാൽ കാശിയിൽ പോയ ഫലം ലഭിക്കും എന്നും പഴമൊഴി പറയുന്നുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിൽ വന്ന് തിരിച്ചു പോകുന്ന എല്ലാ ഭക്തരുടെ കയ്യിലും ഓടപ്പൂവ് കാണാം. അത് വാങ്ങിക്കാതെ ആരും പോകുകയില്ല. യാഗത്തിൻ്റെ സ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന് സങ്കല്പിച്ചുമാണ് ഭക്തജനങ്ങൾ ആദരപൂർവ്വം ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇളനീർ വെപ്പിനുള്ള ഇളനീര് ഭക്തർ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കേട്ടോ. അവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം 4:30 ആകുമ്പോഴേ വീട്ടിൽ ചെല്ലുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇരട്ടിയിൽ നിന്ന് കർണാടക ഇതിൽ കയറി, നമ്മൾ കർണാടക കയറി ഇപ്പോൾ ചുരത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ആ നാഗർകോളെ ഭാഗം വന്നപ്പം റോഡ് സൈഡിലൊരു ആന കേട്ടോ. ആരും കണ്ടില്ല, ഒരു വണ്ടിക്കാരും കണ്ടിട്ടില്ല. ഇവിടെ ഫ്രണ്ടിലുണ്ട് ആന കേട്ടോ. ദാദാ നിൽക്കുന്നു കണ്ടോ, അവൻ വെറുതെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ പണിയായനെ. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.